ഫ്രണ്ട്സ് എല്ലാ കൂട്ടർ ഒരിക്കൽ കൂടി ടെക്നിക്കൽ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു കുപ്പിക്കകത്തേക്ക് ഇത്രയും ചെറിയ കുപ്പിക്കകത്തേക്ക് ഇത്ര വലിയൊരു റുബിക്സ് ക്യൂബ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയതെന്ന് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും. ആദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു കുപ്പിക്കകത്തേക്ക് ഇത് കയറിയതെന്ന്. അപ്പോൾ ആ സംശയം തീർക്കാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇതൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഒരു റുബിക്സ് ക്യൂബ് ഇനി ഇതിന് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോളിലൂടെ ഈ റുബിക്സ് ക്യൂബിനെ കയറ്റാൻ കഴിയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കയറ്റിയതെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും വീഡിയോ കാണാം. അപ്പോൾ നേരെ വീഡിയോ കേട്ടോ. നമ്മൾ ക്യൂബിനെ കയറ്റാനായിട്ട് ഇതുപോലൊരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ് കുപ്പി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. നമുക്ക് ഗ്ലാസ് കുപ്പി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പി എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് എങ്ങനെ കയറ്റാൻ നോക്കിയാലും ഇത് കയറരുത്. പക്ഷേ ഉള്ളിൽ ഈ ഒരു ക്യൂബിനെ നിൽക്കാനുള്ള സ്ഥലം വേണം. എന്നാൽ ഈ ഒരു ഇതിൻ്റെ മുകൾ വശത്തുള്ള ഒരു ഹോളിലൂടെ ഇത് കയറരുത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ കുപ്പി സെലക്ട് ചെയ്യുമ്പോൾ കുപ്പി എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതിൽ ഇതുപോലെ ഈ ഒരു ഹോളിലൂടെ ഈ ഒരു റുബിക്സ് ക്യൂബിനെ നമുക്ക് അകത്തേക്ക് കയറ്റാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ക്യൂബിനെ കയറ്റുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് തന്നെ നമ്മൾ ആദ്യം ഈ ഒരു ക്യൂബ് നമ്മൾ എങ്ങനെ ഏത് ഷേപ്പിൽ വെച്ച് നോക്കിയാലും ഈ ഒരു ക്യൂബ് ഇതിനകത്തേക്ക് കയറില്ല. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം ഇത് പൊളിച്ചിട്ട്, അതായത് നമ്മൾ ഈ ഒരു സംഭവം ഇതിങ്ങനെ ഓരോ കട്ടകളായിട്ടായിരിക്കും അത് നമ്മൾ പൊളിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് വെച്ച് നേരെ ലെവൽ ചെയ്ത് കറക്റ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നാണ് ഈ ഒരു ഇതിൽ നോക്കുന്നത്. നമ്മൾ സാധാരണ രൂപത്തിൽ നമ്മൾ പൊളിച്ചിട്ട് അതിന് ഉള്ളിൽ വെച്ചാണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നടക്കില്ല. പിന്നെ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ക്യൂബ് മുഴുവനായിട്ടും പൊളിക്കുക. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടും പൊളിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആ ഒരു 4 കട്ടയുള്ള ഭാഗം അതിലോട്ട് ഇറക്കി വെക്കാൻ കഴിയുന്ന രൂപത്തിലാണ്. പക്ഷേ നമുക്ക് ആ 4 ഭാഗമുള്ള കട്ട ഇറക്കി വെക്കാൻ രൂപത്തിലാണ്. പക്ഷേ നമ്മൾ ഈ 2 ലെയർ ഫിനിഷ് ചെയ്തതിനു ശേഷം നമ്മളൊന്ന് നോക്കുകയാണ്. അങ്ങനെ ആ ഒരു കുപ്പിക്കകത്തേക്ക് കയറുകയാണെങ്കിൽ അതായിരിക്കും നമ്മൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ 2 ലെയർ നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ് ആദ്യം തന്നെ. ഇപ്പോൾ നമ്മുടെ കുപ്പിയുടെ വായുഭാഗം കുറയുന്നതിനനുസരിച്ച് നമുക്ക് ആദ്യം ഒരു ലെയർ ഫിനിഷ് ചെയ്തിട്ട് കയറ്റാൻ നോക്കിയാലും സാധിക്കും. നമ്മളിപ്പോൾ 2 ലെയർ ഫിനിഷ് ചെയ്തതിന് ശേഷം ആണ് കയറ്റാനായിട്ട് നോക്കുന്നത്. ഇത് കഴിയില്ലെങ്കിൽ നമ്മൾ ഒരു ലെയർ ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നമുക്ക് നോക്കുന്നത്. നമ്മളിപ്പോൾ 2 ലെയർ ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ ഇത് ആ ഒരു കുപ്പിക്കകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മൾ അതിലോട്ട് കുറച്ച് അരി ഇട്ടിട്ടുണ്ട്. അരി എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കുപ്പിയുടെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഈ റുബിക്സ് ക്യൂബ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കട്ടകളും നമുക്ക് കറക്റ്റായി ആക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് അരി ഇട്ടതിന് ശേഷം കുറച്ച് ഉയർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു അരി ഓവറാണ്. നമ്മൾ കുറച്ച് ഈ ഒരു പാകത്തിന് അരി ഇട്ടതിന് ശേഷം നമ്മളത് ഈ ഒരു ക്യൂബ് നമ്മൾ ചെരിച്ച് കയറ്റുകയാണ് ചെയ്യേണ്ടത്. അതാണ്ടോ ഇതുപോലെ ഒരു കട്ടയ്ക്ക് പിടിച്ച് നമ്മൾ ഇത് കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ 3-4 പ്രാവശ്യം ചെയ്തിട്ടാണ് ഇത് കറക്റ്റായത്. ഞാൻ 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇത് പൊളിഞ്ഞു പോകും. പിന്നെ അത് മുഴുവൻ എടുത്തിട്ട് 2 ലെയർ ഫിനിഷ് ചെയ്യും, എന്നിട്ട് കയറ്റും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു അരി അത്രയും ആക്കിയതിനു ശേഷം നമ്മളതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു ലെയറും കൂടി ഉണ്ട് ഫിനിഷ് ചെയ്യണം. അത് നമ്മളൊരു കോർണർ പീസ് നമ്മളെടുത്തതിന് ശേഷം നമ്മളിത് ടൈം ലാപ്സ് സ്പീഡിൽ കാണിക്കുന്നില്ല. നമ്മൾ ഇതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. കളറൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു കോർണർ പീസ് വെച്ചു, എന്നിട്ട് അതിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു പീസാണ് നമ്മൾ അടുത്തായിട്ട് വെക്കുന്നത്. വെക്കുമ്പോൾ നിങ്ങളിത് കളറ് ശ്രദ്ധിക്കുക. കളർ മാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിത് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഓരോ പീസായിട്ട് ഇത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക, തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കിട്ടാനായിട്ട് നമ്മൾ വീഡിയോക്ക് താഴെ കാണുന്ന ചാനലിൻ്റെ എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഓരോ കോർണർ പീസ് വെച്ച് ഒരു സൈഡ് ഫിനിഷായി നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് ഫിനിഷ് ചെയ്യുകയാണ്.
ഇപ്പോൾ നമ്മളിനി ആകെ ഒരൊറ്റ 3 കട്ടയും കൂടിയാണ് നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളത്. 3 കട്ടയും കൂടി ഫിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ഒരു കോർണർ പീസാണ് എടുക്കുന്നത്. നമ്മൾ ആദ്യം 2 കോർണർ പീസ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒരു സെൻട്രലിൽ പീസ് വെക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു കോർണറിലത്തെ പീസ് വെച്ചു, ഇനി നമ്മൾ മറ്റേ കോർണറിലുള്ള പീസും കൂടി ഇതേപോലെ തന്നെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലായിട്ട് വെക്കുകയാണ്. നമ്മൾ ഈ ഒരു സെൻട്രലിലെ പീസ് രണ്ടാമതോ ഒന്നാമതൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കോർണറിലെ പീസ് വെക്കാൻ നമുക്ക് കഷ്ടപ്പെടും. ഇപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, സിമ്പിളായിട്ട് തന്നെ ആ ഒരു കോർണറിലെ പീസ് വെക്കാൻ സാധിക്കും. ഈ കോർണറിലല്ല സെൻട്രലിലെ പീസ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കോർണറിലെ പീസ് ആദ്യം വെച്ചിട്ടില്ലെങ്കിൽ അത് റിസ്ക് ആയിരിക്കും. പിന്നെ നമ്മൾ ഇനി ഇതിലുള്ള അരിയൊക്കെ നമ്മൾ ഇനി ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പണി ഫിനിഷായി. നമ്മൾ ഈ ഒരു അരിയൊക്കെ നമ്മൾ ഇത് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയാണ്. ഇനി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇത് ഇനി ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല. ഈ ഒരു ക്യൂബ് കണ്ടോ? അപ്പോൾ ഇതിൽ കറക്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ക്യൂബ് കൊള്ളും, പക്ഷേ അതിൻ്റെ വായുഭാഗത്ത് കൂടി ഈ ഒരു ക്യൂബിനെ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ക്യൂബിനെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റുന്നത്. നിങ്ങൾക്ക് ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മളിത് സെർച്ച് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റുന്നതെന്ന് നോക്കി നമ്മളിത് ഇതിനകത്തേക്ക് കയറ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റുബിക്സ് ക്യൂബിനെ ഈ കുപ്പിക്കകത്തേക്ക് ആകുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ട്, ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുവരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഒരു സംഭവം ഇതിൽ നിന്ന് ഇനി എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ഇതിനകത്തേക്ക് കയറ്റിയതെന്ന്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് വരില്ല. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.